ഈ മത്യാസ് കയറി നിസാര സ്ഥാനത്തല്ല. എന്തിനാണെന്നറിയാമോ? ഈ സ്വർഗത്തിൽ 12ാം സ്ഥാനത്താക്കാൻ മത്യാസ് കയറിയിരിക്കുന്നത്. അതാണ് മത്യാസിന് കൊടുത്ത സ്ഥാനം. എന്ന് വെച്ചാൽ 12 ഗോത്രങ്ങളെയും ന്യായം വിധിപ്പാനുള്ള ഒരു അധികാരമാണ് മത്യാസിന് കിട്ടിയിരിക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരു പത്രോസ് വിചാരിച്ചാൽ ഇത്രയും വലിയ പൊസിഷൻ കൊടുക്കാനൊക്കോ? എനിക്കൊരാൾ ഓർഡിനേഷൻ തന്നതുകൊണ്ടോ, എനിക്കൊരാൾ സ്ഥാനം തന്നതുകൊണ്ടോ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുമോ? ഞാൻ മത്തായി സുവിശേഷം വെച്ച് വെളിപ്പാട് വരെ വായിച്ചു. അവിടെ മത്യാസിനെ കാണുന്നില്ല. അന്ന് തിരഞ്ഞെടുത്ത അന്ന് മാത്രമേ മത്യാസ് ഉള്ളൂ. പിന്നെ മത്യാസിന്റെ അഡ്രസ്സും ഇല്ല. മത്യാസ് എവിടെയാണെന്നും അറിയത്തില്ല. മത്യാസ് തിരഞ്ഞെടുക്കപ്പെട്ടതായി ബൈബിളിൽ എവിടെയും കാണുന്നുമില്ല. എനിക്കൊരു സഭയെ അറിയാം. അവിടെ എല്ലാ വർഷവും കുറഞ്ഞൊരു 12 പേരെ ഓർഡിനേഷൻ ചെയ്ത് വിടും. എൻ്റെ ഒരു കണക്ക് പറയാണ്, ഒരു 12 പേരെ. സ്തോത്രം. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഓർഡിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവരെ കൊണ്ടൊരു ഈച്ചയുടെ തലവേദന പോലും സൗഖ്യമാക്കാൻ പറ്റിയിട്ടില്ല. സ്തോത്രം. എന്ന് വെച്ചാൽ ഈ ഓർഡിനേഷൻ കൊടുക്കുന്നത് മനുഷ്യനാണ്, ദൈവമല്ല. ഇതിലെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. പത്രോസ് ഓർഡിനേഷൻ കൊടുത്ത മത്യാസിന് ദൈവം ഉപയോഗിച്ചില്ലെന്ന ബൈബിളിൽ കാണുന്നത്. പക്ഷേ ദൈവം ആരെ തെരഞ്ഞെടുത്തു? ആർക്കാണ് ഈ 12ാമത്തെ സ്ഥാനം കിട്ടാൻ പോകുന്നതെന്ന് ഞാൻ വളരെ ആകാംക്ഷയോടെ ബൈബിൾ വായിച്ചു. സാക്ഷാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ സ്തോത്രം ഇന്ന് തടവിലാകാൻ കാരണം, ഞാൻ ഇന്ന് വിസ്തരിക്കപ്പെടാൻ കാരണം എന്തെന്നറിയാമോ? എനിക്കൊരു പ്രത്യാശയുണ്ട്. 12 ഗോത്രങ്ങളും ആരാധിക്കുന്ന ആ ദൈവിക വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിപ്പാൻ ഞാൻ കഷ്ടപ്പെടുകയാ. എന്ന് വെച്ചാൽ ആ 12ാം സ്ഥാനം ഉണ്ടല്ലോ, ഒഴിഞ്ഞു കിടക്കുന്ന കസേര, അത് മത്യാസിന് ഞാൻ കൊടുക്കത്തില്ല. എന്നെ വിളിച്ച എന്റെ ദൈവത്താൽ ഞാൻ ആ മേഖല പിടിച്ചെടുക്കാൻ പോവുകയാണെന്ന് പൗലോസ് ഇവിടെ അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുക. വായിച്ചപ്പോൾ എൻ്റെ അകങ്ങോട്ട് നിറഞ്ഞു. എന്തെന്നറിയാമോ? നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടമുണ്ട്. എന്താണ് ഓട്ടം? വാഗ്ദത്തം പ്രാപിക്കാനുള്ള ഒരു ഓട്ടം. അതൊരു പത്രോസ് വിചാരിച്ചാൽ തടയുന്നതല്ല. ഏതോ 12 പേര് ഗ്രൂപ്പ് ചേർന്ന് പ്രാർത്ഥിച്ചാൽ മാറുന്നതല്ലെന്ന്. ദൈവം നമ്മുടെ മേൽ ഇട്ടിരിക്കുന്ന വിളി, ആ പ്രത്യാശ വലുതാ. ആ 12ാമത്തെ സ്ഥാനം തനിക്ക് ലഭിക്കുമെന്ന് പൗലോസിന് വലിയ ഉറപ്പുണ്ടായിരുന്നു.